നമസ്കാരം, ഞാൻ സൗമ്യ മണിയൻകുട്ടി. എല്ലാവർക്കും അനീഷ് മധുന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമുക്കറിയാം, വേനൽക്കാലത്ത് കോഴികൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് കാരണത്താൽ ഒരുപാട് കോഴികൾ ചത്തുപോകുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കേൾക്കാറുമുണ്ട്, ചൂട് തുടങ്ങിയപ്പോൾ തന്നെ അയ്യോ കോഴികൾ മരിച്ചു, കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പുറം രാജ്യത്തിലും സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങൾക്കും ചൂട് കൂടുതലാണ്. അപ്പോൾ അവിടെയും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെർബലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു റെമഡിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് 100 ഗ്രാം ശർക്കരയാണ്. ഓക്കെ, 100 ഗ്രാം ശർക്കര എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എടുക്കേണ്ടത് ഒരു 20 ഗ്രാം പുളിയാണ്. ഓക്കെ, നമ്മുടെ വാളംപുളിയാണേ. 20 ഗ്രാം വാളംപുളി നമ്മൾ എടുക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി നമ്മളൊരു 15 ഗ്രാമാണ് എടുക്കേണ്ടത്. 15 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഞുള്ള് എടുക്കുമ്പം നമുക്കൊരു 2 ഗ്രാം നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഞുള്ളെന്ന് പറയുമ്പോൾ 2 ഗ്രാമാണ് ഒരു ഞുള്ളെന്ന് പറയുമ്പോൾ. അപ്പം നമ്മളൊരു 7 വട്ടം അല്ലെങ്കിൽ ഒരു 8 വട്ടം നമ്മൾ എടുക്കുക. 8 വട്ടം എടുക്കുമ്പോഴത്തേക്ക് അത് ഒരു 16 ഗ്രാം ആവും. അത് എന്നാലും കുഴപ്പമില്ല, ഒരു 2 ഗ്രാംസ് നമ്മൾ ഒരു പിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 100 ഗ്രാം ശർക്കര, അത് കഴിഞ്ഞിട്ട് 20 ഗ്രാം പുളി, പിന്നെ ഒരു 15 ഗ്രാം സോഡാപ്പൊടി. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളത്തിനകത്താണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളിത് ചെറുതായിട്ട് പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ഇപ്പം 1 ലിറ്റർ വെള്ളം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്താണ് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശർക്കര അതിനകത്ത് നമ്മൾ ചീകി ഇടുക. നമ്മൾ ശർക്കര നല്ലപോലെ ഇതിനകത്ത് ചീകി ഇടുക. അതിന് ശേഷം നമ്മളൊരു 20 ഗ്രാം പുളി, ഓക്കെ, 20 ഗ്രാം പുളി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ സോഡാപ്പൊടി എടുക്കുക. സോഡാപ്പൊടി നമ്മൾ പറഞ്ഞ പോലെ ഒരു 15 ഗ്രാമാണ് ഇതിനകത്ത് നമ്മൾ ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ്. ഇതിപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതായത് നമ്മൾ ഈ 3 സാധനങ്ങളും, ശർക്കരയും പുളിയും സോഡാപ്പൊടിയും 3 നല്ല രീതിയിൽ മിക്സ് ആകണം. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് വെക്കുക. നല്ലപോലെ ഇളക്കി നമ്മളിത് വെക്കേണ്ടത്. നല്ല രീതിയിൽ നമ്മളിത് ഇളക്കുക. നമ്മൾ കഴിവതും തടിയുടെ സ്പൂൺ വെച്ച് തന്നെ, ഗ്ലാസ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ തടിയുടെ സ്പൂൺ വെച്ച് തന്നെ ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് ഒരു 3-4 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക. 3-4 മണിക്കൂർ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഇതിൻ്റെ 2 സ്പൂൺ 2 സ്പൂൺ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് വെക്കുക. 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ പീക്ക് ടൈമില്ലേ, അതായത് പകൽ 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ, ആ സമയത്ത് വേണം നമ്മൾ ഇത് കോഴികൾക്ക് കൊടുക്കേണ്ടത്. ചൂട് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ 11 മണി തൊട്ട് 5 മണിയുടെ ഡ്യൂറേഷനിൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ടേബിൾ സ്പൂണ് ഈ കലക്കി വെച്ചേക്കുന്ന മരുന്ന് നമ്മൾ ഈ ടോണിക്ക് നമ്മൾ ഒഴിച്ച് കലക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുക. അപ്പം ഇത് ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇതിനോട് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും.
നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർ അഭിപ്രായപ്രകാരം ഇതേപോലെയുള്ള ഒറ്റമൂലികളും ഇതേപോലെയുള്ള ആൻറ്റിബയോട്ടിക് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഈ ബുധനാഴ്ച നമ്മൾ എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് നമ്മുടെ നാച്ചുറൽ റെമഡീസിലോട്ട് മാക്സിമം പോവുക. കാരണം നമ്മളാണല്ലോ ഇതിൻ്റെ മുട്ട കഴിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുട്ടികൾക്കൊക്കെ അഫക്റ്റ് ചെയ്യും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മാക്സിമം ആൻറ്റിബയോട്ടിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറൽ റെമഡി ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ശർക്കര, സോഡാപ്പൊടി, പിന്നെ നമ്മുടെ സാധാരണ വാളംപുളി, ഇത് 3 ഐറ്റം ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് 3ഉം കൂടി ഈ പറഞ്ഞ റേഷ്യോയിൽ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഡെയിലി കോഴികൾക്ക് കൊടുക്കുക. ഓട്ടോമാറ്റിക് കൂൾമിൻറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കോഴികളുടെ ശരീരത്തിൽ ഇത് പക്കയായിട്ട് വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബോഡി ഹീറ്റ് കുറയ്ക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഒരു മെഡിസിൻ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് പോലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ഇതെല്ലാവരും ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയുക. നമ്മുടെ ചാനലിൻ്റെ താഴെ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള ഒരു ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയും സപ്പോർട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.